പോകുന്നു. കോഴിക്കോട് ഫറോക്കിലെ IOC പ്ലാന്റിൽ തീപിടുത്തം. ഇന്ധനമില്ലാത്ത ടാങ്കിൽ വെൽഡിംഗ് ജോലി ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തീ അണച്ചു. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ഈ തൊഴിലാളികളുടെ പരിക്ക് ഗുരുതരമാണോ? എന്താണ് ഉണ്ടായത്? IOC പ്ലാന്റിലെ തീപിടുത്തം എന്ന രീതിയിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അതേസമയം ഇന്ധനമുള്ള ടാങ്കിലല്ല, ഇന്ധനമില്ലാത്ത ടാങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയെ വെൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ചെറിയൊരു തീപിടുത്തം ഉണ്ടായത്. വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഫ്ലാഷ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 തൊഴിലാളികൾ അതിനകത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ചെറിയ പരിക്ക് പറ്റി. ഉടൻ തന്നെ അവിടുത്തെ അഗ്നിശമന സംവിധാനം വെച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അണച്ചു. മറ്റെവിടെയെങ്കിലും പടരുകയോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം അവിടെ ഒരു തീപിടുത്തം ഉണ്ടായ സാഹചര്യത്തിൽ മീഞ്ചന്തയിൽ നിന്നും 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം തീപിടുത്തം ഉണ്ടായ കാര്യം എല്ലാം പൂർണ്ണമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് ടീം എത്തിയിരിക്കുന്നത്. എന്നാലും നിലവിൽ ഫയർഫോഴ്സുമായിട്ടും പോലീസുമായിട്ടും ബന്ധപ്പെടുമ്പോൾ ആശങ്കയ്ക്ക് വകയില്ല. തീ പൂർണ്ണമായി അണച്ചിരിക്കുന്നു. പരിക്ക് മാരകമല്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന.